ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് ഞാനൊരു അടിപൊളി ഒരു ഫിഷ് ഫിംഗർ അല്ലെങ്കിൽ ഫിഷ് ഫില്ലറ്റ് എന്നൊക്കെ പറയുന്ന അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ചിക്കൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് പകരം വാങ്ങി കഴിക്കുന്ന ഒരു ഐറ്റമാണ്, അടിപൊളി ഐറ്റമാണിത്. സൂപ്പർ ടേസ്റ്റിയാണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. ഭയങ്കര ക്രിസ്പി ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ അതേപോലെ ആ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ഒരു കോലത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ ടിപ്പും ഇതുമെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്, അധികം ഇൻഗ്രീഡിയൻസും ഇല്ല. അപ്പോൾ ഈ ഒരു ഫിഷ് ഫില്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടിയ ഫിഷ് തന്നെയാണ്. ഇങ്ങനെ ഫില്ലറ്റായിട്ട് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ. ഇതിൻ്റെ ബോണൊക്കെ കളഞ്ഞിട്ടുള്ളതാണ്. ഇതിപ്പം മുള്ളൊക്കെ ഒഴിവാക്കിയിട്ട് വരുന്ന അതിൻ്റെ ആ ഒരു മീറ്റ് ഭാഗം മാത്രം വരുന്നത്. ഇതിവിടെ ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ. നാട്ടിലും കിട്ടും തോന്നുന്നു. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. ഞാൻ ചെയ്തെടുത്തതല്ല, ഇങ്ങനെ തന്നെ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഒരു 700 ഗ്രാമാണ് ഇത് രണ്ടും കൂടി ഉള്ളത് കേട്ടോ. 2 വലിയ പീസായിട്ടാണ് എടുത്തത്. അപ്പോൾ അതിനെ ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഒരു ഫിംഗറിൻ്റെ ഷേപ്പിൽ ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. എല്ലാം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക. അതുപോലെ എത്ര വലിപ്പം വേണമെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ ഒരു ഫിംഗറിൻ്റെ ആ ഒരു സൈസിലാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ കണ്ടില്ല, ഈ ഒരു രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് മൊത്തത്തിൽ ഈ മീനൊന്ന് മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മാരിനേഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്ന ഉപ്പാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ. ക്രഷ് ചെയ്ത കുരുമുളക് ഇടലാണ് നല്ലത്. ഭയങ്കര പൗഡറായിട്ടുള്ളത് ഇടുന്ന സമയത്ത് ആ ഒരു ഫ്ലേവർ വരില്ല. അപ്പോൾ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരാണ് കേട്ടോ. ഒരു ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരും. ഇത് കുറച്ച് അധികം ഉണ്ടല്ലോ, മീൻ 700 ഗ്രാം ഉണ്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരും കൂടെ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പം മീനിൽ മസാല തേക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയുന്നതാണ്, ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി എന്നുള്ള. മീനിൽ പെട്ടെന്ന് നമുക്ക് മസാല പിടിച്ച് കിട്ടും. ഒരു 10 മിനിറ്റ് അവിടെ അത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ കോട്ടിങ്ങിനായിട്ടുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടിയ കോൺഫ്ലവർ ആണ് കേട്ടോ. അപ്പോൾ ഇത് കോൺഫ്ലവർ തന്നെ വേണേ, നിർബന്ധമാണ്. പകരം മൈദ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ആയി കിട്ടൂല. അപ്പോൾ 1.5 കപ്പ് കോൺഫ്ലവർ ആണ് ഞാൻ എടുത്തത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ തന്നെ ഒനിയൻ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഏതെങ്കിലും ടൈപ്പിൽ ഒരു മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കയന പെപ്പറാണ് ചേർത്തത്. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പൗഡർ ഒന്ന് മിക്സ് ആയി കണ്ടു കഴിഞ്ഞാൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഉപ്പും മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. ഇനിയിപ്പോൾ ഇത് ഗാർലിക് പൗഡർ അല്ലെങ്കിൽ ഒനിയൻ പൗഡർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പൊടികൾ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വേണ്ടത് ഒരു മുട്ടയാണ്. ഞാനിപ്പോൾ വലിയ സൈസ് ആയതുകൊണ്ടാണ് ഒന്നെടുത്തത്. ചെറുതാണെങ്കിൽ 2 വേണ്ടി വരും. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മളെ മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത കോട്ടിങ്ങിന് വേണ്ടി സാധനം എന്ന് പറയുന്നത്, ഞാനിവിടെ കോൺഫ്ലെക്സ് ആണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ബ്രെഡ് ക്രംസ് കൊടുക്കട്ടെ, ഏത് വേണമെങ്കിലും കൊടുക്കുക. കോൺഫ്ലെക്സ് ആകുമ്പോൾ ഒന്നും കൂടെ പൊരിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം വെച്ചാലും ആ ഒരു ക്രിസ്പിനെസ് നിൽക്കും. അതുകൊണ്ടാണ് കോൺഫ്ലെക്സ് കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത്. ബ്രെഡ് ക്രംസ് ആകുമ്പോൾ ഒരുപാട് നേരം നിൽക്കില്ല, കുറച്ച് സമയം കഴിഞ്ഞാൽ തണുത്തു പോകും. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ആ ഓരോ മീനും എടുക്കുക. എന്നിട്ട് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. സിമ്പിളാണ് ഉണ്ടാക്കാൻ, വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, കുറഞ്ഞ ഒരു 3-4 സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇതാ മീൻ ആദ്യം തന്നെ ഞാൻ കോൺഫ്ലോറിലാണ് ഇട്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് അത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് മുമ്പിൽ എക്സസ് ഉള്ള ആ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കണേ. അപ്പോൾ നന്നായിട്ട് കുടഞ്ഞതിൻ്റെ ശേഷം നമ്മളിത് ആ ഒരു മുട്ടയിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ മുട്ടയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളതിൽ ഒരുപാട് നേരം ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കുത്തി മറിക്കരുത്. ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഒറ്റ പ്രാവശ്യം ഒന്ന് ഇട്ടതിന് ശേഷം അപ്പം തന്നെ എടുക്കുക കേട്ടോ. അതൊന്ന് ആ ഒരു മുട്ടയിലൊന്ന് കോട്ടായി എന്ന് കണ്ടാൽ മാത്രം മതി. ഇനി അത് നേരെ കോൺഫ്ലെക്സിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ആ കോൺഫ്ലെക്സിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കവർ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങൾ കണ്ടല്ലോ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പം ഞങ്ങൾ ആക്കപ്പം പറയാനുണ്ടാവുക ഒനിയൻ പൗഡർ, ഗാർലിക് പൗഡർ, ഇത് ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. അപ്പം അതിൽ വലിയൊരു വ്യത്യാസമൊന്നും ടേസ്റ്റ് വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാനെല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ. പാക്കറ്റിലാക്കിയിട്ട് എപ്പോൾ വേണമെങ്കിലും ഇതെടുത്ത് പൊരിക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ വെക്കാനോ അല്ലെ വൈകുന്നേരത്തെ സ്നാക്കായിട്ട് കൊടുക്കാനൊക്കെ പറ്റിയൊരു സാധനമാണിത്. ഇനിയിപ്പോൾ ഞാൻ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ചൂടായിനൊന്നുള്ളൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണ ആണ് ഇട്ടെടുത്തത്. കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ സമയത്ത് വെളിച്ചെണ്ണയിൽ പൊരിച്ചപ്പം എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടമായി ആ ഒരു ഫ്ലേവർ. അപ്പം വെളിച്ചെണ്ണ പൊരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തതാണ്. അപ്പം പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും പൊരിച്ചെടുക്കാം. ഇഷ്ടമുള്ള ഓയിലിൽ പൊരിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ അത് ചൂടായ എണ്ണയിലേക്കാണ് ഈ ഒരു 3, 4 എണ്ണം വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണ ഒരു മീഡിയം തീ ആയിരിക്കണം കേട്ടോ. ഒരുപാടങ്ങ് ചൂടായി പോകാൻ പാടില്ല. ഒരു മീഡിയം തീയിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പത കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു പത കാണുന്നത് കേട്ടോ. അതൊന്ന് അടങ്ങട്ടെ. അപ്പോൾ പത ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇട്ട ഉടനെ തന്നെ നിങ്ങൾ കയ്യിലിട്ട് ഇളക്കാനും പോകരുത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഇമ്മൽ കോട്ട് ചെയ്തിട്ടുള്ള എല്ലാ സാധനവും എണ്ണയിലേക്ക് ഇങ്ങനെ അടർന്ന് വീണ് പോകും. അതുകൊണ്ട് ഇട്ട ഉടനെ നമ്മൾ തൊടാനേ പോകരുത്. അപ്പോൾ അത് 2 ഭാഗവും നന്നായിട്ടൊന്ന് ക്രിസ്പി ആവട്ടെ. അപ്പോൾ അത് 2 ഭാഗവും നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലായി കഴിഞ്ഞാലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ 2 ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടും വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതൊരു എണ്ണ കുടിക്കുന്ന സ്നാക്കോ ഒന്നും അല്ല കേട്ടോ. തീരെ എണ്ണ ഒന്നും കുടിക്കില്ല. അതുപോലെ തന്നെ ഒരുപാട് നേരം അത് ക്രിസ്പി ആയിട്ട് നിൽക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. ഇവിടെ അൽബേക്കിലൊക്കെ പോയാൽ നമ്മളധികം വാങ്ങുന്നൊരു സാധനമാണ് ഫിഷ് ഫില്ലറ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഫേവററ്റ് ആണ്. നല്ല ടേസ്റ്റാണ്. ഇത് ഹമൂറാണ് ഞാൻ എടുത്ത ഫിഷ് കേട്ടോ. ഫിഷ് ഫില്ലറ്റ് ഞാൻ എടുത്തത് ഹമൂറിൻ്റെതാണ്. ഇവിടെ അങ്ങനത്തെ ഒരുപാട് ഫിഷ് ഫില്ലറ്റ് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഹമൂറിൻ്റെതും അതേപോലെ തന്നെ വൈറ്റ് ഫിഷ് ഫില്ലറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ നമുക്ക് പേരറിയാത്ത ഒരുപാട് മീനുകളുടെ ഇങ്ങനത്തെ ഇത് കിട്ടും. നാട്ടിലാണെങ്കിൽ നല്ല വലിയ മാന്തയില്ലേ, മാന്തയൊക്കെ അതേപോലെ ആക്കിയിട്ട് വിൽക്കുന്നത് കാണലില്ല. അതൊക്കെ നല്ല ടേസ്റ്റാണ് ഇതേപോലെ ചെയ്തെടുക്കാനും. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാനിവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല കാണാനുള്ള ഭംഗി പോലെ തന്നെയാണ് കഴിക്കാനും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ഇതിൻ്റെ കൂടെ ഡിപ്പായിട്ട് ഞാനൊരു കുക്കുംബർ സലാഡാണ് ഉണ്ടാക്കിയത് കേട്ടോ. പീനട്ട് ബട്ടർ വെച്ചിട്ടുള്ള ഒരു ഡിപ്പ് ഉണ്ടാക്കിയതാണ്. ഇനി ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കേട്ടല്ലോ എത്രത്തോളം ക്രിസ്പിയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ തീരെ എണ്ണ കുടിക്കുക ഒന്നും ചെയ്യുന്നില്ല. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനമാണ്. അവരൊക്കെ ഞെട്ടിപ്പോവും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. ഇത് സ്നാക്കായിട്ടും അതേപോലെ തന്നെ ബ്രെഡിലൊക്കെ സാൻഡ്വിച്ച് പോലെ ഇടയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും കഴിക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.